യുടെ ജയിൽ ചാട്ടത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വൻ സുരക്ഷാ വീഴ്ചയെന്ന് റിപ്പോർട്ട്. വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ശേഷം പരിശോധന നടന്നില്ലെന്ന് ജയിൽ ഡിഐജിയുടെ പ്രാഥമിക റിപ്പോർട്ട്. സെല്ലിലെ ലൈറ്റുകൾ രാത്രി പ്രവർത്തിച്ചിരുന്നില്ല. 6 മാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ലെന്നും കണ്ടെത്തൽ. ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ശുപാർശയുണ്ട്. ഗോവിന്ദച്ചാമിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചുവോ എന്നതിൽ അന്വേഷണം വേണമെന്നും ജയിൽ മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും സുനിൽ. ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രാഥമിക റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതിൽ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്? ദിവ്യ, ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ ഇന്ന് മുഖ്യമന്ത്രി ജയിലിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായിട്ടാണ് കണ്ണൂർ ജില്ലാ ജയിലിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അടിയന്തര റിപ്പോർട്ട് ജയിൽ DGP, ജയിൽ മേധാവി തേടിയത്. ഇത്തരമൊരു റിപ്പോർട്ട് ജയിൽ DGP നൽകുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന പ്രാഥമിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. പരിശോധന നടന്നില്ല എന്നതിനൊപ്പം തന്നെ സെല്ലിലെ ലൈറ്റുകൾ രാത്രി പ്രവർത്തിച്ചിരുന്നില്ല എന്നുകൂടി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ 6 മാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ലായിരുന്നു.